എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44 സങ്കീർത്തനം 26 വാക്യം. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. ജീവിതത്തിലെ പ്രയാസമേറിയ ചില അനുഭവങ്ങളിൽ പ്രതിസന്ധികൾക്ക് മാറ്റമില്ലാതെ നിലനിൽക്കുമ്പോൾ, പ്രാർത്ഥനകളുടെ മറുപടി വൈകുമ്പോൾ സങ്കീർത്തകൻ നിലവിളിക്കുന്നു, ദൈവമേ ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഇത് വിശ്വാസിയുടെ ആഴത്തിലുള്ള വേദനയും അടിയന്തര പ്രാധാന്യവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മനുഷ്യശക്തി പരാജയപ്പെടുന്നിടത്താണ് ദൈവശക്തി പ്രവർത്തിക്കുന്നത്. ബന്ധങ്ങൾ തകരുമ്പോൾ, ആരോഗ്യവും സാമ്പത്തികവും ക്ഷയിക്കുമ്പോൾ, പ്രത്യാശ അസ്തമിക്കുമ്പോൾ ദൈവം നമ്മുടെ ഏക ആശ്രയമായി മാറും. ഇവിടെ സങ്കീർത്തകൻ തൻ്റെ യോഗ്യതകളിലേക്ക് നോക്കാതെ ദൈവിക കരുണയിൽ ആശ്രയിക്കുന്നു. പ്രിയരെ, ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണെങ്കിൽ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുവെങ്കിൽ, സങ്കീർത്തകനെ പോലെ നമുക്ക് നിലവിളിക്കാം, എൻ്റെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയിൽ നിൻ്റെ കരുണ നിമിത്തം ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നിലവിളിയുടെ മധ്യത്തിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.